ഹായ് ഫ്രണ്ട്സ്, അപ്പം അസ്സലാമു അലൈക്കും. ഞാനപ്പോൾ ഒരു കുഞ്ഞു ട്രിപ്പിന് പോവാണ്. അത് നമ്മൾ വാഗമൺ പോവാണ്. അപ്പം വാഗമൺ പോകുന്നതിനുള്ള തിരക്കിലാണ് ഇവരെല്ലാവരും. ഞങ്ങൾ ഇന്ന് രാവിലെ 4 മണിയൊക്കെ ആയപ്പോൾ എണ്ണീറ്റിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാതൊക്കെ കാറിൽ ഡിക്കിലൊക്കെ കയറ്റുവാണ്. അപ്പോൾ ഉമ്മച്ചി ഒരുങ്ങുന്നു, ഞാൻ ഒരുങ്ങി നേരത്തെ നിൽക്കുക. അപ്പം ബാക്കി എല്ലാം നമുക്ക് പിന്നെ കാണാം. ഇപ്പം എനിക്ക് കുറച്ച് തിരക്കാണ്. എൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് പറക്കൊണ്ട് കൊടുക്കണം. അപ്പം ബൈ. അപ്പം ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു. അപ്പം ഇനി എൻ്റെ അബ്ദുലിനെ പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ അനിയൻ അബ്ദുട്ട്. ഭയങ്കര വില്ലനാട്ടോ, കാണുമ്പോൾ ഒരു ഇതാന്നേ ഉള്ളൂ. എൻ്റെ ബാഗ് ഒക്കെ മൊത്തം പരിശോധിക്കുകയാണ്. അപ്പം ഇത് പരിശോധിച്ചിട്ട് കണ്ട് നിൽക്കുന്നു. നോക്ക്, ഇതാണ് ജോലി. ഇവൻ്റെ എൻ്റെ സാധനങ്ങൾ വറക്കുക, കീറുക, അതൊക്കെയാണ് ഇവരുടെ ജോലി. വാപ്പിപ്പോ എന്നിട്ട് വണ്ടി അങ്ങോട്ട് ഇറക്കിയിടണം. അപ്പം ഇതാണ് എൻ്റെ അബ്ദുട്ടൻ. വാപ്പിയപ്പൂനൊന്ന് പരിചയപ്പെട്ടു തരാം. എൻ്റെ വാപ്പിയപ്പൂ, എൻ്റെ ഉമ്മയുടെ വാപ്പ. അപ്പം ബൈ. വാഗമൺ ഏകദേശം എത്താറായി. ഇപ്പൊ നമ്മൾ ഇല്ലിക്കൽ കല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നുണ്ടല്ലോ, അങ്ങോട്ട് കാണാൻ കയറിയതാണ്. ഗായ്സ്, ഞങ്ങൾ ഏറ്റവും ടോപ്പിലൊക്കെ എത്താറായി. നിങ്ങൾ വിചാരിക്കും ഞാൻ വായി നോക്കിയിരിക്കുകയാണ്, പക്ഷെ അല്ല ഗായ്സ്. ഇപ്പോൾ ഒരു നല്ല അടിപൊളി സർപ്രൈസ് വരാൻ പോവാണേ. അതെ ഗായ്സ്. അപ്പം ഗായ്സ് ഞാൻ സിപ്പ് ലൈനിൽ കയറാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ധൈര്യശാലി എന്ന് തോന്നി, പക്ഷെ അല്ല ഗൈസ്, ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പോയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. കണ്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ കയറിയവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു. താഴോട്ട് വരുന്നതൊക്കെ വ്യൂ അടിപൊളിയായിരുന്നു. മാത്രമല്ല വലിയ പേടിയും തോന്നത്തില്ല. താഴെയൊക്കെ ഒരു ചെറിയ പേടി. ഞാൻ പിന്നെ കൈ വിട്ടില്ല, എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഞാൻ കൈ വിട്ടില്ല. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ തന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തി. എന്താ ഉള്ള ആളുകളാണ്, അങ്ങോട്ടൊക്കെ ഒന്ന് പോണം. ബാ, അങ്ങോട്ട് പോവാം. അവിടെ നല്ല തണുപ്പ്, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അബ്ദു അങ്ങ് ഓണായി. പിന്നെ ഓട്ടോയും ചാട്ടവും എല്ലാം അങ്ങനെ ആയി അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ടീ ലേക്കിലോട്ട് വന്നേ ബോട്ടിങ്ങിന് വേണ്ടി. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ പിണങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്കൊരു ചവിട്ടുന്ന ബോട്ട് വേണമെന്ന് പറഞ്ഞാൽ പിണങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാനങ്ങ് ഓക്കെ ആയി. എൻ്റെ വിഷമമൊക്കെ കുറച്ച് നേരത്തേക്ക് കാണുവേ. ഇത് കണ്ടോ, ആമ്പൽപ്പൂ ഞാൻ ഇവിടെ നിന്ന് അറിയുന്നു. ഇഷ്ടമാണ് കാര്യം. അത് ആമ്പൽപ്പൂവാണ് അവിടെ നിൽക്കുന്നത്. മൊത്തം അടിപൊളി ആമ്പൽപ്പൂ. പറിക്കാൻ പറ്റത്തില്ല. ഞാൻ ചവിട്ടുന്ന ഇതിനെക്കാളും പാടാണ്, തുഴയുന്നതാണ്. നല്ല അടിപൊളി സ്പേസ്. പറിച്ച്
വീഡിയോയിലൊക്കെ കാണാൻ എനിക്ക് ഒന്ന് കമന്റൊക്കെ ചെയ്യണം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗായ്സ് നമ്മളപ്പോ ഈ ബ്രിഡ്ജിന്റെ ഇവിടുന്ന് പോവാണേ. രണ്ട് ബ്രിഡ്ജാണ് ഈ നമ്മൾ ബ്രിഡ്ജിൽ കൂടെ പോകുന്ന. താഴെ ചിലവർക്ക് പേടിയാവും, അത് താഴെ നിൽക്കുന്നില്ല, പേടിയാവനെ. പകുതി വരെ വന്നപ്പം പാപ്പിപ്പ എടുത്തോണ്ട് പോയി. വലിയ പേടിയാവത്തില്ല. ഉമ്മ ചെക്ക് ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ തേയിലത്തോട്ടത്തിന് അങ്ങോട്ടൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി നോക്കി കളിക്കുമായിരുന്നേ. പിന്നെ അപ്പം തന്നെ വൈകിട്ടൊരു 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ കയറിയോണ്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഗായ്സ് നമ്മളപ്പം വാഗമണ്ണിൽ തിരിച്ച് വന്ന് വീട്ടിൽ, അതായത് വീട്ടിൽ പോകുമ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചു. കൊട്ടാരക്കര കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അങ്ങോട്ട് കയറി കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങാം. അത്രയ്ക്ക് ക്ഷീണമാണ്. അവിടെ നിന്ന് ഇവിട്ടം വരെ വന്നു. 2 മണിക്കൂർ കാത്തിട്ടുണ്ട്. അപ്പം ബൈ. Like, comment, subscribe. Bye.